ഹരേ കൃഷ്ണ. ഇന്ന് പാർശ്വ ഏകാദശി. ഈ ഏകാദശിയെ വാമന ഏകാദശി എന്നുകൂടി പറയുന്നു. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് യുധിഷ്ഠിര മഹാരാജ് ചോദിച്ചു, ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ്? ആരെയാണ് ഈ ദിവസം ആരാധിക്കേണ്ടത് എന്ന് ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, ഈ ഏകാദശി വാമന ഏകാദശി എന്നാണ് പറയപ്പെടുന്നത്. ഇത് അനുഷ്ഠിക്കുന്നവർക്ക് മഹത്തായ പുണ്യവും അതുകൂടാതെ ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്നും മോചനവും ലഭിക്കുന്നു. ഇത് ഒരാളുടെ എല്ലാ പാപപ്രതികരണങ്ങളെയും ഇല്ലാതാക്കുന്നു. അതിനാൽ ഇതിനെ ജയന്തി ഏകാദശി എന്നും പറയുന്നു. ഇതിന്റെ മഹത്വത്തെപ്പറ്റി കേൾക്കുന്നതിലൂടെ തന്നെ ഒരാളുടെ എല്ലാ മുൻകാല ദുഷ്പ്രവൃത്തിയുടെ പരിണിത ഫലങ്ങളിൽ നിന്നും മോചിതനാകാൻ സാധിക്കുന്നു. ഈ ഏകാദശി ആചരിക്കുന്നതിലൂടെ അശ്വമേധയാഗം നടത്തിയതിന് തുല്യമായ പുണ്യം ലഭിക്കുന്നു. ദുരിതപൂർണമായ ഭൗതിക ലോകത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നവർ വാമന ഏകാദശി ദിവസം ഉപവസിക്കേണ്ടതാണ്. ഈ പുണ്യവ്രതം അനുഷ്ഠിക്കുമ്പോൾ ഒരു വൈഷ്ണവൻ കമലനയനനായ പരമപുരുഷനായ ഭഗവാനെ വാമന രൂപത്തിൽ സ്നേഹപൂർവ്വം ആരാധിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബ്രഹ്മാവ്, വിഷ്ണു, മഹാദേവൻ എന്നിവരുൾപ്പെടെ എല്ലാ ദേവീദേവന്മാരെയും ആരാധിക്കുന്ന ഫലം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. മരണശേഷം ആ വ്യക്തി ശ്രീഹരിയുടെ വാസസ്ഥാനത്ത് എത്തിച്ചേരും എന്നതിൽ ഒരു സംശയമില്ല. ഈ 3 ലോകങ്ങളിലും വെച്ച് അനുഷ്ഠിക്കുവാൻ ഇതിൽ പരം ഒരു വ്രതമില്ല. ഈ 3 ലോകങ്ങളിലും ഇതിലും ശ്രേഷ്ഠമായി മറ്റൊരു വ്രതമില്ല. ക്ഷീരസാഗരത്തിൽ നിദ്രയിൽ കഴിയുന്ന ഭഗവാൻ മറുവശം തിരിഞ്ഞ് ശയിക്കുന്ന ദിവസമായതിനാലാണ് ഈ ഏകാദശി ഇത്രയും മഹത്വപൂർണമാകുന്നത്. ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു, ഒരു ചരിത്ര സംഭവം ഞാൻ നിന്നോട് പറയാം. ത്രേതായുഗത്തിൽ ബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ദൈത്യകുലത്തിൽ ജനിച്ചുവെങ്കിലും അവൻ എൻ്റെ ഭക്തനായിരുന്നു. എനിക്ക് വേണ്ടി നിരവധി വേദശ്ലോകങ്ങൾ ആലപിക്കുകയും ഹോമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ദ്വിജന്മാരായ ബ്രാഹ്മണരെ ബഹുമാനിക്കുകയും യാഗങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഒരിക്കൽ ബലി ഇന്ദ്രനുമായി വഴക്കിടുകയും യുദ്ധത്തിൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തി ഞാൻ തന്നെ ഇന്ദ്രന് നൽകിയ സ്വർഗരാജ്യം തട്ടിയെടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് എല്ലാ ദേവന്മാരും എന്നെ സമീപിച്ച് ബലിയെക്കുറിച്ച് പരാതിപ്പെട്ടു. തല നിലത്തു കുമ്പിട്ടുകൊണ്ട് വേദങ്ങളിൽ നിന്നുള്ള നിരവധി പ്രാർത്ഥനകൾ എനിക്ക് മുൻപിൽ അർപ്പിച്ചുകൊണ്ട് അവർ എന്നെ ആരാധിച്ചു. അതിന് ഫലമായി ഞാൻ വാമന രൂപത്തിൽ അവതരിക്കാമെന്ന് അവരോട് സമ്മതിച്ചു. ഞാൻ ബ്രാഹ്മണനായി അവതരിച്ച് ഭൂമി ദാനം ചോദിച്ചുകൊണ്ട് ഭക്തനായ രാജാ ബലിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ദൈത്യരാജ ബലി, ദയവായി എനിക്ക് 3 ചുവട് ഭൂമി ദാനമായി തരൂ. ഇത്രയും ചെറിയ ഭൂമി എനിക്ക് 3 ലോകങ്ങളും ലഭിച്ച പ്രതീതി നൽകും. ഇത് കേട്ട ബലി ഒന്നും ചിന്തിക്കാതെ ഞാൻ അഭ്യർത്ഥിച്ചത് നൽകാമെന്ന് പ്രതിജ്ഞ എടുത്തു. ഈ പ്രതിജ്ഞ എടുത്ത ശേഷം എൻ്റെ ശരീരം ഞാൻ ഭീമാകാരമായ അതീന്ദ്രിയ രൂപത്തിലേക്ക് വികസിപ്പിക്കുവാൻ തുടങ്ങി. മുഴുവൻ ഭൂമണ്ഡലവും എൻ്റെ പാദങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്നു. ഭൂവർലോകം മുഴുവനും എൻ്റെ തുടകളാലും സ്വർഗലോകം മുഴുവൻ എൻ്റെ അരക്കെട്ടാലും നിറഞ്ഞു നിന്നു. മഹർലോകത്തെ വയറുകൊണ്ടും ജനലോകത്തെ നെഞ്ചുകൊണ്ടും തപോലോകത്തെ കഴുത്തുകൊണ്ടും സത്യലോകത്തെ തലയും മുഖവും കൊണ്ടും നിറഞ്ഞു നിന്നു. മുഴുവൻ പ്രപഞ്ച സൃഷ്ടിയും എല്ലാ ഗ്രഹങ്ങളും സൂര്യചന്ദ്രന്മാർ പോലും എൻ്റെ ഭീമാകാരമായ രൂപത്താൽ മൂടപ്പെട്ടു. എൻ്റെ അത്ഭുതകരമായ ലീല കണ്ട് ഇന്ദ്രനും അനന്തശേഷനും ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും വേദമന്ത്രങ്ങൾ ആലപിക്കുകയും എനിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ബലിയുടെ കൈപിടിച്ച് അവനോട് പറഞ്ഞു, അല്ലയോ പാപരഹിത, ഞാൻ ഒരു ചൂടുകൊണ്ട് ഭൂമി മുഴുവൻ മൂടിയിരിക്കുന്നു. ഇനി നിന്റെ വാഗ്ദാനം നിറവേറ്റാൻ 3ാമത്തെ അടി അളക്കാൻ ഞാൻ എൻ്റെ കാൽ എവിടെ വെക്കണം? ഇത് കേട്ടപ്പോൾ ബലി വിനയത്തോടെ കുമ്പിട്ട് 3ാമത്തെ അടി വെക്കാൻ ബലിയുടെ ശിരസ് എനിക്ക് മുൻപിൽ സമർപ്പിച്ചു. എനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച ബലിയുടെ ഭക്തി കണ്ട് ഞാൻ സംപ്രീതനായിക്കൊണ്ട് അവൻ്റെ ശിരസിൽ എൻ്റെ പാദം വെച്ച് അനുഗ്രഹിക്കുകയും അവനെ പാതാള ലോകത്തിലേക്ക് അയക്കുകയും ഇനി മുതൽ ഞാൻ അവിടെ സ്ഥിരമായി കൊട്ടാരത്തിൽ താമസിക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് പ്രഹ്ലാദന്റെ പൗത്രനായ ബലി തൻ്റെ വസതിയിൽ എൻ്റെ രൂപം പ്രതിഷ്ഠിച്ചത്. കാർത്തിക മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശി വരെ ഞാൻ പാൽക്കടലിൽ നിദ്രയിൽ തുടരും. ഈ കാലയളവിൽ ഒരാൾ വ്രതത്തിലൂടെയും മറ്റും ആർജിക്കുന്ന പുണ്യം ഏറ്റവും ശക്തമായിരിക്കും. അതുകൊണ്ട് ഈ ഏകാദശി ശ്രദ്ധയോടെ ആചരിക്കേണ്ടതാണ്. ഈ ദിവസം ഭക്തൻ പരമപിതാവായ ത്രിവിക്രമനായ വാമനദേവനെ ആരാധിക്കണം. കാരണം ഈ ദിവസമാണ് ഞാൻ മറുവശം തിരിഞ്ഞ് നിദ്രയിലേക്ക് പോകുന്നത്.
സാധ്യമെങ്കിൽ ഈ ദിവസം യോഗ്യതയുള്ള ഒരാൾക്ക് തൈര് ചേർത്ത ചോറും വെള്ളിയും ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. രാത്രി ഉണർന്നിരിക്കുന്നതും നല്ലതാണ്. ഇങ്ങനെ ലളിതമായ രീതിയിൽ ഏകാദശി അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ലഭിക്കുകയും മാത്രമല്ല പരലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഭക്തിയോടുകൂടി കേൾക്കുന്ന ഒരാൾക്ക് സ്വർഗലോകത്ത് എത്തിച്ചേരാനും സാധിക്കുന്നു. 1000 അശ്വമേധയാഗങ്ങൾ ചെയ്തതിന് തുല്യമായ ഫലം പ്രാപ്തമാകുന്നു. വാമന ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ 6:21-നും 10:21-നും ഇടയിൽ. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ഹരേ കൃഷ്ണ.